സല്യൂട്ട് സുഹൃത്തുക്കളെ, സല്യൂട്ട്, സല്യൂട്ട്, സല്യൂട്ട്. എൻ്റെ ഒരു വീഡിയോയില് സല്യൂട്ട് ചെയ്യുന്നത് ഇരുന്നു കൊണ്ടാണോ എന്ന് കുറെ പേര് ചോദിച്ചു. നിങ്ങൾക്ക് ഇത്രയും വിവരമില്ലേ? നിങ്ങൾ പോലീസാണോ? ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങള് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. കൂടാതെ അതോടൊപ്പം ഏതോ ഒരാൾ ചെയ്ത ഒരു വീഡിയോ കുറെ ഷെയർ ചെയ്തത്, ഒന്നല്ല 2-3 പേര്. അതൊന്ന് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു. 2 കാര്യങ്ങള് പറയാനുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഇരുന്നു കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തേത്, ഏതോ ഒരാൾ ഇട്ട വീഡിയോയിന് ഞാൻ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ളതിന്റെ. ഇന്ന് ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള വീഡിയോ അല്ല. എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ ചോദിച്ചു, അങ്ങ് മറുപടി പറഞ്ഞേരെ, അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന്. സാധാരണ ഇതുപോലെയുള്ള കമന്റുകൾ ഞാൻ അവഗണിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ അതിന് പുല്ലുവില പോലും കൽപ്പിക്കാറില്ല. ചിലപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്യും. എനിക്ക് തോന്നുന്നു എന്റെ എമ്പുരാൻ സിനിമയുടെ റിവ്യൂവിൽ വന്ന കുറെ കമന്റുകൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അത് വായിക്കുമ്പോൾ തന്നെ എനിക്കല്ല, മറ്റുള്ളവർക്ക് വളരെ അസഹ്യമായിട്ട് തോന്നുന്നത് കൊണ്ട്, എന്താ മാഡം ഇങ്ങനെയൊക്കെ ആളുകൾ കമന്റ് ഇടുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയുമ്പോൾ സാരമില്ല, ഒരു തവള കിടന്ന് കരയുന്നതായിട്ട് തോന്നിയാൽ മതി, അതങ്ങ് ഇഗ്നോർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. കാരണം അവർക്ക് വളരെ വിഷമമാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മറുപടി പറയൂ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് അറിയാം ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, പറയുന്നത് എന്താണെന്നൊക്കെയുള്ളത് അവർക്കറിയാം. എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഞാൻ അങ്ങോട്ടും തരുന്നുണ്ട് ഈ വീഡിയോയിലൂടെ. ഒരു എനർജി, ഊർജ്ജം ഇല്ലേ, ഞാനത് ഒരുപാട് നിങ്ങളിലേക്ക് പ്രവഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലർക്കത് ഏൽക്കുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലായതായിട്ട് ഭാവിക്കുന്നില്ല. കാരണം അവരുടെ താല്പര്യങ്ങളും അവരുടെ വ്യക്തിത്വവും ഒക്കെ വേറെയാണ്. നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ച് വരുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഉത്തരങ്ങൾ പറഞ്ഞേക്കാം. സല്യൂട്ട് എന്ന വാക്ക് ലാറ്റിൻ വാക്ക്, സ്പാനിഷ് വാക്ക് എല്ലാം ഉണ്ട്. സല്യൂട്ട് എന്ന വാക്ക് ഇംഗ്ലീഷ് ആയിട്ട് നമ്മൾ കരുതുമെങ്കിലും അതിന്റെയൊക്കെ ഒറിജിൻ, അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും ലാറ്റിനിൽ നിന്നാണ് ഉറവിടം വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഗ്രീറ്റിംഗ്സ് എന്നാണ്. ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമസ്കാരം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വന്ദനം, നമസ്കാരം, നമസ്തേ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ. ഞാൻ എന്തുകൊണ്ടാണ് സല്യൂട്ട് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുൻപ് തന്നെ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നത് കൊണ്ട് ഈ വീഡിയോ ചാനൽ തുടങ്ങാനുള്ള ഉദ്ദേശം തന്നെ എന്റെ പോലീസ് അനുഭവ കഥകൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു സല്യൂട്ട് എന്ന് പറയുന്നത് അർത്ഥവത്താണ്. എന്റെ പോലീസ് ജീവിതത്തിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ ടു അതേഴ്സ്, സാധാരണ എല്ലാവരും പോലീസിനെയാണല്ലോ സല്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിലിറ്ററിയിലാണ് ഈ സല്യൂട്ട് എന്നുള്ള ടേം, യൂണിഫോംഡ് ഫോഴ്സസിലാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് കാര്യമായിട്ട് പറയുന്നതെങ്കിലും ജനറലി എല്ലാവരും സല്യൂട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത് ചിയേഴ്സ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ പട്ടാളക്കാരനാവുമ്പോൾ അതിനൊരു പ്രത്യേക ബഹുമാനവും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഇരുന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ നിന്നുകൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. യൂണിഫോം ഇട്ടുകൊണ്ട് ഇതുവരെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം റിട്ടയർമെന്റിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഇനി ഇരുത്തുകൊണ്ട് എന്തുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് യാതൊരു നിയമവും ഇല്ല. ഞാൻ ഈ ചെയ്യുന്നത് അറ്റൻഷനിൽ നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ തൊപ്പി വെച്ചുകൊണ്ടുള്ള സല്യൂട്ട് അല്ല. അഭിവാദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ചിലരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. കാരണം തല എന്ന് പറയുന്നത് വളരെ, നെറ്റി എന്ന് പറയുന്നത് നമ്മുടെ 3-ാം തൃക്കണ്ണിരിക്കുന്ന സ്ഥലമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തലച്ചോറാണ്, തലയാണ്. അപ്പൊ നമ്മള് തലയിൽ കൈ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്നത് പോലെയാണ്. നമ്മൾ മുതിർന്നവരൊക്കെ കുട്ടികളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ റെസ്പെക്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും കൈ തലയിലേക്ക് വെക്കുന്നത്. പക്ഷെ പട്ടാളത്തിൽ വേറൊരു കാര്യമുണ്ട്. ബ്രിട്ടീഷുകാരുടെ പഴയ പട്ടാള സേനയിലൊക്കെ നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ കിങ് ആദറിന്റെ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, അവിടെ തണുപ്പ് ഭയങ്കര കൂടുതലായതുകൊണ്ട് അവരെല്ലാവരും ആർമർ ധരിക്കുമായിരുന്നു. ആർമർ പടച്ചട്ട പോലെ ധരിക്കുമായിരുന്നു. അപ്പൊ ആർമറിന്റെ ഒരു ഭാഗമായിരുന്നു ഹെൽമെറ്റ്, വൈസർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കണ്ണ് മൂടിയിരിക്കും. കാരണം അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ദേഹത്തും ശരീരത്തും മുഖത്തും ഒന്നും ഒരു ആക്രമണം ഉണ്ടാവാൻ പാടില്ലാത്തത് കൊണ്ടാണ് വൈസർ ധരിക്കുന്നത്. അപ്പൊ അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ കാണാൻ സാധിക്കും. അപ്പൊ കണ്ണുകളിലൂടെയാണ് ഒരാളുടെ വികാരം മനസ്സിലാകുന്നത്. അപ്പുറത്ത് നിന്ന് വരുന്ന ഒരു സോൾജിയറിനെ, ഇപ്പുറത്ത് നിന്ന് വരുന്ന ഒരു സോൾജിയർ ഞാൻ ഒരു ഫ്രണ്ട്ലി സോൾജിയറാണ്, സൗഹൃദ പട്ടാളക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി വൈസർ പൊക്കി കാണിക്കുകയും
അതോടൊപ്പം കയ്യിൽ ആയുധങ്ങളില്ല, ഒരു കുതിരയിൽ പിടിച്ചിരിക്കുന്നു മറുകൈ, എന്റെ ഈ കയ്യിൽ ആയുധങ്ങളില്ല എന്ന് കാണിക്കാനും വേണ്ടി ചെയ്തിരുന്ന വൈസർ പൊക്കി ഇങ്ങനെ കാണിച്ചിരുന്നതാണ് ഒരു റെസ്പെക്ട്, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അത് സല്യൂട്ട് എന്നുള്ള ഒരു വാക്ക് കൂടെ പറഞ്ഞു തുടങ്ങിയത് ആദ്യമായിട്ട്. പിന്നീടാണ് പട്ടാളവും മിലിറ്ററിയും പോലീസും ഒക്കെ വന്നപ്പോൾ ഇതുപോലെയുള്ള സിസ്റ്റം വന്നത്. നമ്മുടെ ഭാരതത്തിൽ തന്നെ നമ്മുടെ പോലീസും മിലിറ്ററിയും ഒക്കെ നിലനിൽക്കുന്നത് ബ്രിട്ടീഷ് പിന്തുടർച്ചയായിട്ടാണ്. ബ്രിട്ടീഷുകാരുടെ കൊണ്ടുവന്നിട്ടുള്ള അവര് ഭരിച്ചിരുന്ന സമയത്തുള്ള അതേ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോഴും പട്ടാളത്തിന്റെ ട്രെയിനിങ്ങും പരിശീലനവും പോലീസിന്റെ ട്രെയിനിങ്ങും പരിശീലനവും എല്ലാം നടക്കുന്നത്. പക്ഷെ സല്യൂട്ട് തിരിച്ച് സ്വീകരിക്കുന്ന വലിയ VIP പോലും ഒരു ഓഫീസർ മുന്നിൽ ചെന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ ഇരുന്നു കൊണ്ട് തിരിച്ച് സല്യൂട്ട് സ്വീകരിക്കാം. അതിന് യാതൊരു തെറ്റുമില്ല. നമ്മുടെ മിലിറ്ററി ചട്ടങ്ങൾ അല്ലെങ്കിൽ ഓഫീസ് റൂൾസ്, പോലീസ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് യൂണിഫോം ധരിച്ചുകൊണ്ട് തൊപ്പി വെച്ചുകൊണ്ട് ചെയ്യുന്ന സല്യൂട്ടിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്നിരിക്കെ പോലീസ് യൂണിഫോം ധരിക്കാതെ തൊപ്പി വെക്കാതെ മഫ്തിയിൽ ഇരിക്കുന്ന ആൾക്കാരെ സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് മീൻസ് ഗ്രീറ്റിംഗ്സ്. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു, ഐ റെസ്പെക്ട് യു എന്നുള്ള മട്ടിലാണ് ഇരുന്നു കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതോ ഒരു വ്യക്തി ഏതോ ഒരു ചാനലിലൂടെ ചുമ്മാ എന്തോ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇരുന്നു കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത് ഹേ എന്ന് ചോദിച്ചു എന്നതുകൊണ്ട് ബാക്കി എല്ലാവരും അത് ഏറ്റുപിടിച്ച് എന്റെ പഴയ ഒരു വീഡിയോയും കാണാതെ വേറൊരാൾ പറഞ്ഞിരിക്കുന്നതാണ് ഞാനും തത്വം ശരി എന്നുള്ള മട്ടിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരോടുള്ള ഒരു മറുപടിയായിട്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമസ്കാരം ആക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമസ്കാരം ഭാരതീയമാണ്, ഇന്ത്യൻ ആണ്. നമ്മുടെ കേരളത്തിന്റെ നമസ്തേ എന്ന് പറയുന്നതും ഇന്ത്യൻ ആണ്. അതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വണക്കം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നമസ്കരിക്കായിരുന്നു, അല്ലെങ്കിൽ ആദാം എന്ന് പറയായിരുന്നു. അതൊക്കെ ചെയ്യായിരുന്നു. എനിക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് എന്റെ ഇഷ്ടം. എനിക്ക് നിങ്ങളെ സല്യൂട്ട് ചെയ്യാനാണ് തോന്നുന്നത്, അതുകൊണ്ട് സല്യൂട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, മാന്യ വ്യക്തികളെ കുറിച്ചും പലരും പലയിടത്തു നിന്നും പലതും ഒക്കെ പറയും. അത് എത്രമാത്രം പ്രശസ്തരായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണോ അത്രയും തരം താഴ്ന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല ചാനലുകളിലൂടെയും ഇത് അസത്യമായ പലതും എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കുറെ നാൾ മുമ്പ് തന്നെ. ഇപ്പൊ ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ആള് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന സമയം പല വട്ടം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഫോണിൽ വിളിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് പലപ്പോഴും ഫോൺ എടുക്കുമല്ലോ. അന്നൊന്നും ട്രൂ കോളർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോൺ എടുക്കുമ്പോൾ ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പലരെയും കുറിച്ചോ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ശരിയല്ല, ഇങ്ങനെ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ പത്രത്തിൽ പോയി പറയുമ്പോൾ ഞാൻ പറഞ്ഞതൊന്നും കണക്കാക്കാതെയുള്ള അയാളുടെ തന്നെ വിശ്വാസങ്ങൾ അയാൾ പറയാറുണ്ട്. അയാളുടെ ഒരു ചാനലിൽ ഇപ്പോഴും ഞാൻ കവിയൂർ കേസ് അന്വേഷിച്ചു എന്ന് ഉറപ്പിച്ച് പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണാതെ ഇപ്പോഴും കിളിരൂർ കവിയൂർ കേസ് എന്ന് പറഞ്ഞ് എന്നെ ചെളിവാരി എറിയുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഉണ്ട്. അവരെന്റെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട ശേഷം കമന്റ് ഇടുന്നതല്ലേ ഉചിതം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അല്ലേ വിലിഭ്യരാകുന്നത്. മറ്റൊരു ആള് പറയുന്നതെല്ലാം ശരിയാണെന്നും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്നും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചുകൊണ്ട് കള്ളത്തിന്റെ കൂടെ അസത്യത്തിന്റെ കൂടെ ഞാൻ ദാ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾ സ്വയം തെളിയിക്കുകയാണ്, നിങ്ങൾ സ്വയം കാണിക്കുകയാണ് ഇതുപോലെയുള്ള കമന്റ് ഇടുന്നതിലൂടെ. അതുകൊണ്ട് അത് ദയവ് ചെയ്ത പഴയ വീഡിയോ കാണും. 117 എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അതിന്റെ കമന്റുകൾ ഓഫ് ആക്കി എന്നൊക്കെ ഒരു ചോദ്യം. എന്റെ 117 എപ്പിസോഡ് എന്ന് പറയുന്ന 1.5 വർഷം മുമ്പ് ഞാൻ ഇട്ടതാണ്. ആ സമയത്ത് ചോദിക്കാത്ത ചോദ്യങ്ങൾ, ആ സമയത്ത് അതിനെതിരെ പറയാത്ത ആൾക്കാര് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പൊ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭവം, ഇതാണ് കാര്യം എന്ന് പറയുന്നതിൽ എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ജ്ഞാനമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചില ആൾക്കാർ ചോദിക്കുന്നു. ഞാൻ 117 എപ്പിസോഡല്ല പല എപ്പിസോഡുകളിലും കമന്റ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞിട്ടുമുണ്ട് നേരത്തെ. ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെ ഞാൻ ചില വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില വ്യക്തികളുടെ പേര് ഞാൻ മറച്ചു വെക്കുമ്പോൾ അതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ വ്യക്തിത്വം മാനിക്കുന്നത് കൊണ്ടാണ്, അവരോടുള്ള ബഹുമാനം കൊണ്ടാണ്. അപ്പൊ എനിക്ക് ഈ ചാനലിലൂടെ ഞാൻ 1000 ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്തെല്ലാം എനിക്ക് അവർക്കെതിരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ കമന്റ് ഡിസേബിൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല, മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഞാൻ 117 എപ്പിസോഡിൽ 1.5 വർഷം മുമ്പ് ചെയ്ത ഈ എപ്പിസോഡിൽ 2 ഓഫീസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എതിരെയുള്ള കമന്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അവർക്ക് ഹാനികരമാകും, അവരെ അത് ബാധിക്കും. എന്നെ ഇതുപോലെയുള്ള കമന്റുകൾ ബാധിക്കാറില്ല എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞു. എന്തുകൊണ്ടോ എനിക്കതൊരു
വല്ലാതെ തട്ടി അങ്ങ് പോകുന്നത് പോലെ എനിക്ക് തോന്നാറുള്ളൂ. നമ്മുടെ നേരെ ആരെങ്കിലും മലം വാരി എറിയുമ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞാല് നമ്മുടെ ദേഹത്ത് അത് ഏൽക്കില്ല. അത് അവരുടെ കയ്യിൽ തന്നെയാണ് അശുദ്ധമാക്കുന്നത് എന്നുള്ള ഒരു തത്വം പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. ആരെങ്കിലും എന്നെ മലം വാരി എറിയുമ്പോൾ ഞാൻ അത് അവഗണിക്കുകയും മാറിക്കളയുകയും ചെയ്യും. അത് ഞാൻ ഇഗ്നോർ ചെയ്യും. കാരണം അവരുടെ കൈയാണ് അത് അശുദ്ധമാക്കുന്നത്. എന്റെ ദേഹമോ എന്റെ ശരീരത്തിലോ അത് പറ്റാറേ ഇല്ല. എന്റെ റെപ്യൂട്ടേഷനെ അത് ഒരു വിധത്തിലും ബാധിക്കാറുമില്ല. പിന്നെ ഞാൻ പോലീസിൽ ജോലി ചെയ്ത 33.5 വർഷം എനിക്കെതിരെ യാതൊരു കേസുകളും ഉണ്ടായിട്ടില്ല. ഞാൻ അന്വേഷിച്ച ഒരു കേസും പിന്നീട് വേറൊരു ഏജൻസി അന്വേഷിച്ച് തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുമില്ല. അത് അക്ഷരം പ്രതി കറക്റ്റ് ആണെന്നും ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്നും 100% ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രശംസാ പത്രങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് 33.5 വർഷം ഞാൻ ജോലി ചെയ്തതെന്നുള്ള വലിയ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതിന്റെ എപ്പിസോഡുകൾ കണ്ടാൽ മനസ്സിലാവും. പ്രസിഡന്റിന്റെ മെഡലുകൾ 2 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മെറിറ്റോറിയസും ഡിസ്റ്റിങ്വിഷ്ഡും കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും കിട്ടാത്ത ഒരുപാട് പേര് IPS-ലുണ്ട്. കേരള സർക്കാരിന്റെ തന്നെ മെറിറ്റോറിയസ് സർവീസ് എൻട്രി കിട്ടിയിട്ടുണ്ട്. പല തരത്തിലുള്ള ഗുഡ് സർവീസ് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി 2 പ്രാവശ്യം എന്റെ പേരെടുത്ത് പരാമർശിച്ച് എന്നെ അഭിനന്ദിച്ച ജഡ്ജ്മെന്റുകളുണ്ട്. മറ്റു പല റിവാർഡുകളും അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. എന്റെ സത്യസന്ധതയോ എന്റെ ആത്മാർത്ഥതയോ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. നമ്മൾ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു ജോലി ചെയ്യാൻ, പ്രത്യേകിച്ച് പോലീസ് ജോലി ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എനിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് തന്നെ അസൂയുള്ള കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ കൂടെ ചേർന്ന് ഇതുപോലെ ചെളിവാരി എറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. പലവട്ടം ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തീർന്ന കാര്യമാണ്, പഴയ കാര്യങ്ങളാണ്. പക്ഷെ എന്റെ ഔദ്യോഗിക ജീവിതത്തില് എനിക്കെതിരെ യാതൊരു കറ പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലാതിരുന്നിട്ട് ഈ 4.5 വർഷമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ, ചാനല് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പഴയ കേസുകൾ അന്വേഷിക്കണം, നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കണം, നിങ്ങളെ ആരാണ് IPS തന്നത്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നൊന്നും ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ. കാരണം ഇത് പ്രസിഡന്റ് തന്ന ഒരു പദവി, പ്രസിഡന്റ് പ്രകീർത്തിച്ച ഒരു പദവി, എനിക്ക് നന്മ മാത്രം നൽകിയ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റ്, അതൊന്നും അറിഞ്ഞുകൂടാതെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു 20 വയസ്സുള്ള അല്ലെങ്കിൽ 19 വയസ്സുള്ള ആളുകൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. എന്റെ എല്ലാ വീഡിയോസും കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. അതൊന്നും എന്റെ പ്രശ്നമേ അല്ല. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ചോദ്യം ചെയ്യുന്നവരുടെ മനസ്സ് എന്ന് പറയുന്നതിനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എമ്പുരാൻ സിനിമയെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയിനകത്ത് 2ാമത്തെ എപ്പിസോഡിനകത്ത് എന്തുകൊണ്ട് ഞാൻ 2ാമത് ചെയ്തു എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം അത് എന്റെ അധികാരം, എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വിട്ടുപോയ പല കാര്യങ്ങൾ വിശദമായി പറയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം, നാർക്കോട്ടിക്സിനെതിരെയാണ് എന്ന് പറയുന്ന നായകൻ അയാളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ മയക്കുമരുന്ന് കുത്തിവെച്ചുകൊണ്ട് ഉറക്കിക്കിടത്തിയ ശേഷമാണ് കാണിക്കുന്നത് വിദേശ രാജ്യത്ത് കൊണ്ടുപോയി. പാസ്പോർട്ടും ഇല്ല, ടിക്കറ്റും ഇല്ല, ഒന്നുമില്ലാതെ ചുമ്മാ ടപ്പെന്ന് പറഞ്ഞ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി വിദേശത്ത് ജനീവയിലോ സ്വിറ്റ്സർലൻഡിലോ മറ്റോ കൊണ്ടുപോയിട്ട് അവിടെ ഒരു നല്ല മനോഹരമായ സ്ഥലത്ത് വെച്ചിട്ടാണ് അയാളെയും കൊണ്ടുവന്ന് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നു, കണ്ണ് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അയാൾക്ക് ആരാണ് ഈ ടിക്കറ്റ് എടുത്ത് കൊടുത്തത്, വിസ കൊടുത്തത്, വിദേശത്ത് പോകാനായിട്ട് പ്രൈവറ്റ് ഹെലികോപ്റ്ററോ ഫ്ലൈറ്റോ അറേഞ്ച് ചെയ്ത് കൊടുത്തത്? അയാളെ കണ്ട ശേഷം ആള് ഹെലികോപ്റ്റർ കയറി പോണു, ഇയാള് പാവം അവിടെ കറങ്ങി നടക്കും. ഐലൻഡ് പോലെ ഒരു സ്ഥലം, ഒരു കാറ് വന്ന് അയാളെ കയറ്റിക്കൊണ്ട് പോകുന്നു, എങ്ങനെ അയാളെ തിരിച്ച് നാട്ടിലെത്തുന്നു, ഇതൊന്നും പറയുന്നില്ല. കുറെ അസംബന്ധങ്ങളുള്ള ഒരു സിനിമ ആയിരുന്നത് കൊണ്ടായിരിക്കും അതൊക്കെ പറയാത്തത്. മയക്കുമരുന്ന് അയാളെ കുത്തിവെക്കുന്നത് ഡോക്ടർ അല്ല, റാവുത്തർ എന്ന് പറയുന്ന ആളും അയാളുടെ ഗുണ്ടാസംഘത്തിലെ ആൾക്കാരും ഗുണ്ടകൾ തന്നെയാണ്. റാവുത്തറിന്റെ സംഘം എന്ന് പറയുന്നത് കുത്തിവെക്കുന്ന മയക്കുമരുന്നല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ഒരു ഡോക്ടറാണോ അയാൾ? സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് മയക്കി കിടത്തി ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അനസ്തീഷയാണോ ഈ കൊടുക്കുന്നത്? അല്ലല്ലോ, മയക്കുമരുന്നല്ലേ കുത്തിവെക്കുന്നത്. അപ്പൊ മയക്കുമരുന്ന് അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? മയക്കുമരുന്നിനെതിരെ എന്ന് പറയുന്ന ഒരു സംഘത്തിലെ ആളുകള് തോക്ക് ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതെന്തൊരു വിട്ടിത്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മയക്കുമരുന്ന് എന്ന് പറയുന്നത് സമ്പൂർണ്ണ നിരോധനം ഉള്ള ഒരു വസ്തുവായിരിക്കെ വൈദ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, മെഡിസിനൽ പർപ്പസസിന് വേണ്ടി, മരുന്നുകൾക്ക് വേണ്ടി മാത്രമാണ് ഉറക്കുന്ന മരുന്നുകൾ ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ അധികാരമുള്ളത്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് മുമ്പ് രോഗികൾക്ക് വേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായി അവിടെ ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടി മേൽനോട്ടത്തിൽ ഡോക്ടർമാർ തന്നെ ചെയ്യേണ്ട കാര്യമാണ് മയക്കുക എന്ന് പറയുന്നത്. മയക്കുമരുന്ന് കാർട്ടലുകൾ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞ് അതിന് ടോട്ടൽ ബാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി എല്ലാവർക്കും രാഷ്ട്രീയമായ വിശ്വാസങ്ങളുണ്ട്.
നിങ്ങൾക്ക് എന്തും രാഷ്ട്രീയമായി വിശ്വസിക്കാം, നിങ്ങൾക്ക് എന്ത് രീതിയിലും സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാം, വലത്തോട്ട് തിരിയാം, തീവ്ര ഇടതുമാകാം, തീവ്ര വലതാകാം, എന്ത് വേണമെങ്കിലും ആകാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പൊ ഞാനൊരു പാർട്ടിയിൽ ചേരുന്നത് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ല. കാരണം നിങ്ങൾ ഏത് പാർട്ടിയിലാണെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ സംഘി എന്നോ സംഘിണി എന്നോ വിളിക്കുന്നത് തെറി വാക്കല്ല, ചീത്തയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അത് വളരെ നല്ല വാക്കാണ്. സംസ്കൃതത്തിൽ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മ, കൂട്ടത്തിൽ നിൽക്കുക, സംഘമായി നിൽക്കുക എന്നാണ്. അപ്പൊ എന്നെ സംഘപ്രവർത്തക അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഒരു അംഗം എന്ന് വിളിക്കുന്നത് എനിക്ക് വളരെ അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓരോ പ്രാവശ്യവും കൈയടിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്നെ സംഘി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. ഐ എം വെരി പ്രൗഡ് ടു ബി എ സംഘി. ചാണകം എന്ന് പറയുന്നത് പശു തരുന്ന ഏറ്റവും ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് വളരെ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പണ്ടത്തെ കാലത്ത് ചാണകം വളരെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഇരുന്നിരുന്ന ഒരു കൾച്ചർ നമ്മുടെ ഭാരതീയരുടെ ഇടയിലുണ്ട്. പശുവിനെ തന്നെ നമ്മൾ പൂജിച്ചിരുന്ന, ഇപ്പോഴും പൂജിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലും ഭാരതത്തിലും ഒക്കെ ഉള്ളത്. പശു വീട്ടിലുള്ളത് ഒരു വലിയ ഐശ്വര്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത്. അപ്പൊ പശു ഒരുപാട് നന്മയുള്ള ഒരു മൃഗമാണ്. ശ്രീകൃഷ്ണൻ പരിപാലിക്കുന്ന കൂട്ടത്തിൽ നമ്മളിപ്പം യേശുക്രിസ്തു ആടുകളെ നോക്കുന്നു എന്ന് പറയുന്നത് പോലെ ശ്രീകൃഷ്ണൻ നോക്കിയിരുന്നത് പശുക്കളെയായിരുന്നു. പശുക്കളുടെ പാല് കുടിച്ച്, വെണ്ണ കഴിച്ച്, ഗോമൂത്രം തന്നെ പല മരുന്നുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചാണകം വളമാണ്, അത് ഉണക്കി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഏത് ചെടിയും അനായാസം വളരും. പിന്നെ അത് കത്തിക്കാൻ ഉപയോഗിക്കും. മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കി ഭൂമിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ചാണകം നല്ലൊരു കാര്യമാണ്. ചാണകം ഇങ്ങനെ ഉണക്കി വീടുകളുടെ മുകളിലേക്ക് ഇങ്ങനെ മതിലുകളിൽ പതിപ്പിച്ച് ഉണക്കിയെടുത്ത് അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് വെച്ച് കത്തിക്കുമ്പോൾ ഒരു നല്ല മണവും വരും. വീട്ടിന്റെ അകത്ത് ഉള്ളറയ്ക്കകത്ത് ചാണകം മെഴുകി അതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നിലത്ത് കിടന്ന് ഉറങ്ങുമ്പോഴുള്ള ഒരു ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടുന്നില്ലേ, ഒരു ഊർജം ഭൂമിയിൽ നിന്ന് നേരിട്ട് നമ്മളിലേക്ക് പ്രവഹിക്കുന്ന പോലെ ഒരു ഊർജം വരും. അപ്പൊ ചാണകം എന്ന് പറയുന്നത് പച്ചയായിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടെങ്കിലും ഉണങ്ങി പൊടിച്ചു കഴിഞ്ഞാൽ നല്ല മണമാണ്. അപ്പൊ അതിൽ നിന്നാണ് ഭസ്മം പോലും ഉണ്ടാക്കി എടുത്തിരുന്നത് പണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞ ഒരു പ്രസാദം തന്നെയുണ്ട്. പഞ്ചഗവ്യത്തിലെ ഒരെണ്ണ് ചാണകവും മറ്റത് ഗോമൂത്രവുമാണ്. പിന്നെ പശുവിന്റെ പാലും നെയ്യും വെണ്ണയും ഒക്കെ അതിനകത്ത് വരും. അത് നമ്മൾ ഭക്ഷിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ചാണകം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഇരുന്നു കൊണ്ട് ചാണകത്തിൽ വീണോ എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാതെയാണ് എന്ന് തോന്നുന്നു ആളുകൾ ഇത് കമന്റ് ചെയ്യുന്നത്. എന്നെ ഇതൊരു വിധത്തിലും ദ്രോഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ കവചം എനിക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അത് എന്നെ ഏശില്ല. ഒരുപാട് പുകഴ്ത്തിയാലും അതെന്നെ ഒരു പരിധിക്കപ്പുറം ഏശാറില്ല. നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവും, നിങ്ങളുടെ നന്മ എനിക്ക് മനസ്സിലാവും. ആ സ്നേഹവും നന്മയും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്, ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നതാണ്, നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങോട്ട് ഞാൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ചാനലിലൂടെ, വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് നന്മയും ഒരുപാട് സന്തോഷവും വിവരവും എല്ലാം ഞാൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ സല്യൂട്ട് ചെയ്യുമ്പോഴും സസ്നേഹം ശ്രീലേഖ എന്ന് പറഞ്ഞ അവസാനം കൈകൂപ്പുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഊർജം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ എനിക്ക് തരുന്ന നല്ല കമന്റുകളിൽ നിന്ന് എനിക്കും തിരിച്ച് ഊർജം കിട്ടുന്നുണ്ട്. ഈ ചാനലിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇടപഴകാൻ സാധിച്ചതിന്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും കൊണ്ട് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി പുതിയതായിട്ട്. ഞാൻ ഈ സമകാലിക കാര്യങ്ങളെ കുറിച്ച് പറയുന്നതും പല കാര്യങ്ങളുമായി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതും എന്റെ വിശ്വാസങ്ങളും എനിക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതും എല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടിയിട്ടാണ്. സമൂഹവും രാജ്യവും കേരളവും നമ്മുടെ നാടും മനുഷ്യരും മനുഷ്യ മനസ്സും ഒക്കെ നന്നാവട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ചെയ്യാൻ. ഈ ഒരു എപ്പിസോഡ് എന്റെ താല്പര്യപ്രകാരം ചെയ്തതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാലും ഇതുകൊണ്ട് ചിലർക്കെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സസ്നേഹം ശ്രീലേഖ. സസ്നേഹം ശ്രീലേഖ.